ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹെവൻലി ഹാൻഡ് മെയ്ഡ് ബൈ ലീനു. ഞാൻ രാവിലെ രാവിലെയല്ല ഉച്ചയ്ക്ക് 1 മണിക്ക് പോസ്റ്റ് ചെയ്ത വീഡിയോ ആണെങ്കിൽ ഞാൻ അതിനകത്ത് നോക്കുമ്പോൾ അത് അൺഎഡിറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയിരുന്നു. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ആരും കാണാത്ത രീതിയിൽ ഞാനാണെങ്കിൽ രാവിലെ 11 മണി ആയപ്പോഴത്തേക്കും എല്ലാം അപ്ലോഡ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. പക്ഷേ പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴാണ് ഈ വീഡിയോ എഡിറ്റഡ് വേർഷൻ അല്ലല്ലോ എന്നുള്ളത്, മീൻസ് ഞാൻ ഓൺ വോയിസ് കൊടുത്ത വീഡിയോ അല്ലല്ലോ എന്നുള്ളത്. പിന്നെ ഞാൻ പെട്ടെന്ന് അപ്പം തന്നെ ഡിലീറ്റ് ചെയ്തു. പിന്നെ ഞാൻ വിചാരിച്ചു ഷോർട്സ് ഇടുന്ന സമയത്ത് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്നുള്ളത്. അങ്ങനെ എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് ലൈഫിൽ സംഭവിക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് കാണിക്കുന്ന ഈ ഒരു മേക്കിംഗ് വീഡിയോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിരുന്നാൽ മാത്രം മതി. ഇത് ത്രെഡിൽ ചെയ്യുന്ന ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഹെഡ് പിന്നോ ഐ പിന്നോ ഒക്കെ വെച്ചിട്ട് ചെയ്യുന്ന സിമ്പിളായിട്ടുള്ളൊരു മാലയാണ്. ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് പ്രൈസിങ്ങിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അതായത് ജ്വല്ലറീസൊക്കെ എങ്ങനെ പ്രൈസ് ചെയ്യണമെന്നുള്ളത്. ഇത് എനിക്ക് വന്ന മിസ്റ്റേക്സിൽ നിന്ന് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഈ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റേത് ഹോൾസെയിലായിട്ടും ജ്വല്ലറീസൊക്കെ എടുത്ത് കൊടുക്കുകയാണെങ്കിലും അതിൻ്റെ വാല്യൂവും അതുപോലെ തന്നെ നമുക്ക് ലാഭം കിട്ടത്തക്ക രീതിയിൽ വേണം നമ്മളത് പുറത്തേക്ക് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരിക്കലും നമ്മൾ ലാഭം നോക്കാതെ നമ്മൾ ഒരിക്കലും സെല്ല് ചെയ്യരുത്. അങ്ങനെ സെല്ല് ചെയ്ത് കഴിഞ്ഞുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തന്നെ അവസാനം സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ തന്നെ അവസാനം പെടാപ്പാട് പെടും. പിന്നെ നിങ്ങളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ട്സും ഒരു 3 ബാങ്ക് അക്കൗണ്ട് എങ്കിലും നിങ്ങളുടെ ഇതിലുണ്ടായിരിക്കണം. അതിലെ ഒന്നെന്ന് പറഞ്ഞേക്കുന്നത് ബിസിനസ്സിന് വേണ്ടിയിട്ടാണ്, രണ്ടെന്ന് പറഞ്ഞേക്കുന്നത് സേവിങ്സിന് വേണ്ടിയിട്ട്, മൂന്നെന്ന് പറഞ്ഞേക്കുന്നത് എമർജൻസി സിറ്റുവേഷൻസിൽ എമൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ടുമാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എമൗണ്ട് വരുന്ന സമയത്ത്, അതായത് സെയിൽ ചെയ്ത് കിട്ടുന്ന എമൗണ്ട് വരുന്ന സമയത്ത് 3 രീതിയിലത് കൺവേർട്ട് ചെയ്ത് ഡിവൈഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനീ പറയുന്നത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്ക് ഇതുപോലെ ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ എന്നെക്കൊണ്ട് ഇപ്പോഴും അത് പറ്റുന്നില്ല. അപ്പോൾ ചെയ്യുന്നവരെങ്കിലും ചെയ്യട്ടെ എന്ന് വിചാരിച്ചാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഞാനിത് പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ടോട്ടലി സേഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനീ പറയുന്നത്. പിന്നെ നമുക്ക് ഈ സെയിലൊക്കെ നടക്കുവാണെങ്കിൽ നമ്മൾ ആദ്യമായിട്ട്, ഇപ്പോൾ തുടക്കക്കാരൊക്കെയാണ് ആദ്യമായിട്ട് ഇൻസ്റ്റാ പേജൊക്കെ സ്റ്റാർട്ട് ചെയ്ത് സെയിൽ വരുമ്പോഴത്തേക്കും ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ ആ ഒരു ടൈം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുക എന്നുള്ളതാണ്. ഞാൻ പ്രൈസിങ്ങിൻ്റെ കാര്യമാണ് മെയിനായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത്. പ്രൈസിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന, ഇപ്പോൾ എല്ലാവരും ഇപ്പം ഹോൾസെയിലായിട്ട് എടുക്കണമെന്നൊന്നുമില്ല. ചിലർ ഇപ്പോൾ ഞാൻ ഉൾപ്പെടെ എല്ലാവരും റീറ്റെയിലായിട്ടാണ് മെറ്റീരിയൽസ് വാങ്ങിക്കുന്നത്. അപ്പം അങ്ങനെ വാങ്ങിക്കുമ്പോഴത്തേക്കും നമ്മുടെ വാല്യൂ കളയാത്ത രീതിയിൽ നല്ലൊരു പ്രൈസ് നമ്മൾ എടുക്കാം. നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് ഇറക്കാൻ വേണ്ടിയിട്ട് എന്തോരം എഫേർട്ട് ഇടുന്നു, അതിൻ്റെ ഡെലിവറി ചാർജ്, പാക്കിങ്ങിൻ്റെ മെറ്റീരിയൽസിൻ്റെ ചാർജ്, അതുപോലെ തന്നെ ആ ഒരു മെറ്റീരിയൽ കൊണ്ട് മാല ഉണ്ടാക്കാനെടുത്ത ആ ഒരു സമയം, ആ റോ മെറ്റീരിയൽസിൻ്റെ പ്രൈസ്, ഇതെല്ലാം കൂടെ കൂട്ടി എല്ലാവർക്കും ഒരു സേഫ് മാർജിൻ ആണെന്നുള്ള തോന്നുന്ന രീതിയിൽ നമ്മൾ പ്രൈസ് ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം നിങ്ങൾ ഇട്ട് വെച്ചിരിക്കുന്ന ആ ഒരു മാലയുടെ പ്രൈസ് വീണ്ടും താത്താമോ എന്ന്, അതായത് ബാർഗെയിൻ ചെയ്ത് വരുന്ന ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ മാക്സിമം അവരെയൊക്കെ അവോയ്ഡ് ചെയ്ത് പോവുക. കാരണം അങ്ങനെ ചോദിച്ചു വരുന്നവർക്കൊന്നും നമ്മുടെ പ്രോഡക്ട്സ് കൊടുക്കേണ്ട കാര്യമില്ല. നമ്മുടെ കറക്റ്റ് ആ ഒരു പ്രൈസിങ്ങിന് വാങ്ങിക്കാൻ പറ്റുന്ന ആൾക്കാരെ മാത്രം നിങ്ങൾ അപ്രോച്ച് ചെയ്താൽ മതി. മാർക്കറ്റിൽ വില കുറച്ചും കൂട്ടിയും ഒക്കെ കൊടുക്കുന്നവരുണ്ടായിരിക്കും, പക്ഷെ അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ കമ്പാരിസണും അതുപോലെ തന്നെ ബാർഗെയിനിങ് ചെയ്യാൻ വരുന്നവരൊക്കെ കംപ്ലീറ്റ്ലി നമ്മളങ്ങ് അവോയ്ഡ് ചെയ്യുക. ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു കസ്റ്റമർ കമ്മ്യൂണിറ്റി നമ്മൾ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ നമ്മൾ ഈ ബാർഗെയിൻ ചെയ്യാൻ വരുന്നവരെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഈ സാധനങ്ങളൊന്നും ഫ്രീ ആയിട്ട്, ഇപ്പോൾ ഹോൾസെയിലായിട്ട് എടുക്കുന്നതാണെങ്കിലും റീറ്റെയിൽ ആണെങ്കിലും ഒന്നും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതിന്, എല്ലാം നമ്മൾ കറക്റ്റ് ക്യാഷ് അടച്ച് കിട്ടുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് വേണം നിങ്ങൾ ആ ഒരു ബുദ്ധിമുട്ട് നോക്കിയിട്ട് വേണം നിങ്ങൾ പ്രൈസിങ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും നല്ല കസ്റ്റമേഴ്സ് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. അങ്ങനെ നല്ല കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞുള്ള ഗുണമെന്ന് വെച്ചാൽ നമ്മൾ നല്ല പ്രോഡക്ട്സ് കൊടുക്കുമ്പോഴത്തേക്ക് നല്ല കസ്റ്റമേഴ്സ് വരുവാണെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യും. പിന്നെ നമ്മൾ B2C ആണോ B2B ആണോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് വേണം ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം B2C എന്ന് പറയുന്നത്
ബിസിനസ് ടു കസ്റ്റമറും അതുപോലെ തന്നെ B2B ബിസിനസ് ടു ബിസിനസ്സുമാണ്. ഏറ്റവും നല്ലത് നമ്മൾ തന്നെ ഡയറക്റ്റ് കസ്റ്റമേഴ്സിനെ കണ്ടുപിടിച്ച് കൊടുക്കുന്നതാണ്. വേറൊരാളെ ഇടനിലയ്ക്ക് നിർത്തി കൊടുക്കുന്നതിനെക്കാട്ടിലും നമ്മൾ തന്നെ കണ്ടുപിടിച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ പറഞ്ഞേ വന്നത് ഇത്രയേ ഉള്ളൂ. ബാർഗെയിനിങ് ചെയ്യുന്നവരെ ഒഴിവാക്കുക. നല്ല ട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു ഒരു കസ്റ്റമർ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തുകൊണ്ട് വരിക. ഇതിപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത്. പിന്നെ കൊളാബിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.